കൈ തണുക്കുന്നു. ഒരു രക്ഷയില്ല കേട്ടോ. ആ പള്ളിക്കുള്ളിലെ ജയിലാണിത്. ഇനിയിപ്പോൾ ഞാനിത് തിരിച്ചു കയറണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ സംഭവം മനസ്സിലാവുന്നുണ്ടോ? ലൈക്ക് ഹൗ ദ തിങ് ഈസ്. ഈ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ജീവി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യനാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മനുഷ്യനെക്കാട്ടി നീചറായിട്ടുള്ളതും വൃത്തികെട്ടതുമായിട്ടുള്ള ഒരു ജീവൻ ലോകത്തിൽ വേറെ ആരും ഉണ്ടാവില്ല. നമ്മൾ ഈ മൃഗം എന്ന് പറയും. മനുഷ്യനാണ് ഏറ്റവും വലിയ മൃഗം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ജിനോസൈഡുകൾ, കൂട്ടക്കൊലകൾ. നമ്മൾ ഈ KLTK യാത്രകൾ നമ്മൾ പല രാജ്യങ്ങളിലും നമ്മൾ കൂട്ടക്കൊലകളെ പറ്റി നമ്മൾ കണ്ടിട്ടുണ്ട്. കംബോഡിയയിലും വിയറ്റ്നാമിലും അങ്ങനെ പല സ്ഥലത്തുമൊക്കെ. അപ്പോൾ ഇവിടെ അർമേനിയയിൽ വന്നപ്പോഴത്തേക്കിനും ഇവിടെയും നമ്മൾ ഒരു കൂട്ടക്കൊലയുടെ കഥ കേട്ടു. അതായത് അർമേനിയൻ ജിനോസൈഡ്, അർമേനിയൻ വംശഹത്യ, അർമേനിയ കൂട്ടക്കൊല എന്ന് പറയുന്നത്. അതായത് ഒട്ടോമാൻ എംപയറിൻ്റെ കാലഘട്ടത്തിലാണ് ഏകദേശം 15 ലക്ഷത്തോളം വരുന്ന അർമേനിയൻ ജനതയെ ഇവർ കൊന്നൊടുക്കാൻ വേണ്ടി ശ്രമിച്ചതും അതിലവർ വിജയിച്ചതുമൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ബേസിക്കലി ഇവിടെയുള്ള അർമേനിയയിലെ തലസ്ഥാനമായിട്ടുള്ള യെരവാൻ നഗരത്തിലുള്ള ഒരു അർമേനിയൻ ജിനോസൈഡ് മെമ്മോറിയൽ സ്തൂപത്തിൻ്റെ മുമ്പിലാണ്. രാവിലെ ആയതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. എൻ്റെ പുറകിലായിട്ട് ഇവിടെ കുറച്ച് സ്തൂപങ്ങൾ സിംബോളിക്കായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് സ്തൂപങ്ങളൊക്കെ ഉണ്ട്. യെരവാൻ നഗരത്തിൻ്റെ ഔട്ട്സ്കേർട്സിലുള്ള ഒരു മലയുടെ മുകളിലാണ് ഈ ഒരു അർമേനിയൻ ജനോസൈഡ് മെമ്മോറിയൽ സ്തൂപം ഇരിക്കുന്നത്. എന്താണ് സംഭവം എന്നല്ലേ പറഞ്ഞുതരാം. രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. സമയം 10 മണിയായെന്നുണ്ടെങ്കിലും രാവിലെ ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. ഇവിടെ സൂര്യൻ പൊതുവെ ഇച്ചിരി മടി പിടിച്ച ആശാനാണ്. അപ്പോൾ നമ്മൾ എന്താണെന്നറിയില്ല, രാവിലെ ഇവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലൊരു മോണമെൻ്റ് ഇവിടെ കാണാം. ഇതേപോലത്തെ ഒരു മോണമെൻ്റ് നമ്മൾ കസാക്കിസ്ഥാനിൽ അക്താവ് നഗരത്തിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അക്താവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് ഓർമ്മ വന്നത്. ഇന്നലെ അസർബൈജാൻ എയർലൈൻസിൻ്റെ ഒരു വിമാനം അക്താവ് എയർപോർട്ടിന് സമീപം എന്താ പറയുക ക്രാഷായിട്ട്, അതിന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിമാനം ക്രാഷായി 25 പേരോളം രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അവർ പുണ്യം ചെയ്ത ആൾക്കാരാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു എംബ്രയർ വിമാനമായിരുന്നു. അത് ബാക്കുവിൽ നിന്നും റഷ്യയിലെ ഗ്രോസ്നിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു വിമാനമാണ്. അപ്പോൾ ഗ്രോസ്നിയിൽ എന്തോ ഒരു സാങ്കേതിക പ്രശ്നം കാരണം അവർ റീറൂട്ട് ചെയ്യുകയും അത് അക്താവിൻ്റെ അടുത്തെത്തിയപ്പോഴത്തേക്കിനും അത് എന്താ പറയുക ബേർഡ് സ്ട്രൈക്ക് സംഭവിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. അതിൻ്റെ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് ഞാനിങ്ങനെ ഷോക്കായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതാണ് അക്താവിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ അക്താവിനെ പറ്റിയല്ലല്ലോ പറയേണ്ടത്, നമുക്കിപ്പോൾ പറയേണ്ടത് ഈ ഒരു ജനോസൈഡ് ഒരു സംഭവത്തെ പറ്റിയാണ്, അർമേനിയൻ വംശഹത്യയെ പറ്റിയാണ്. യെസ്, അർമേനിയൻ വംശഹത്യ എന്ന് പറയുന്നത് 1915 മുതൽ 1920 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ഒട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ നേതൃത്വത്തിൽ തുർക്കിയിൽ, അതായത് ഒട്ടോമാൻ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഈസ്റ്റേൺ യൂറോപ്പ്, തുർക്കി, പിന്നെ ഈ സെൻട്രൽ ഏഷ്യൻ ഈ ഭാഗത്തുള്ള കുറേ രാജ്യങ്ങൾ കൈയടക്കി വാണിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു. ഒരു ഒട്ടോമാൻ എംപയേഴ്സ് ആയിരുന്നു അവർ. അതെ, ആ ഒരു ഒട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ നേതൃത്വത്തിൽ തുർക്കിയിലെ ലക്ഷക്കണക്കിന് അർമേനിയൻ വംശജരെ, അതായത് തുർക്കിയിലുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് അർമേനിയൻ വംശജരെ കൊല ചെയ്യുകയും അവരെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്തതാണ് സത്യം പറഞ്ഞാൽ അർമേനിയൻ കൂട്ടക്കുരുതി എന്ന് പറയുന്നത്. ഏകദേശം 8 ലക്ഷം മുതൽ 15 ലക്ഷം വരെ വരുന്ന അർമേനിയൻ വംശജരെ ഇതിനകത്ത് ഇവർ കൊലപ്പെടുത്തുകയും അതേപോലെ തന്നെ ഏകദേശം 2 ലക്ഷത്തോളം വരുന്ന ആളുകളെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കി എന്നാണ് ശരിക്കും പറഞ്ഞാൽ കണക്കുകൾ പറയുന്നത്. അതായത് ഇസ്ലാം മതത്തിലേക്ക് മാറുന്നതിന് വേണ്ടി. കാരണം ഇവർ നമ്മൾ അറിയാമല്ലോ, നമ്മൾ അർമേനിയ എന്ന് പറയുന്നത് ഇവർ 100% ക്രിസ്ത്യൻസ് ആണ്. ഇവരുടെ തൊട്ടടുത്ത് കിടക്കുന്ന അസർബൈജാൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിം കൺട്രിയാണ്. പിന്നെ ജോർജിയ എന്ന് പറയുന്നത് ക്രിസ്ത്യൻസ് ആണ് കൂടുതലും. പിന്നെ തുർക്കി എന്ന് പറയുന്നത് മുസ്ലിം കൺട്രിയാണ്. പിന്നെ ഇറാൻ എന്ന് പറയുന്നതും ദാറ്റ് ഈസ് ഓൾസോ മുസ്ലിം കൺട്രി. പക്ഷേ അവർ കുറച്ച് വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ടായിരിക്കും ഇവരെ ബേസിക്കലി ഇറാനും അർമേനിയും തമ്മിലൊരു സഹകരണമുണ്ട്. നേരെ മറിച്ച് അർമേനിയയും തുർക്കിയും തമ്മിൽ സഹകരണമില്ല, അർമേനിയയും അസർബൈജാനും തമ്മിൽ സഹകരണമില്ല. അർമേനിയ അസർബൈജാനും തമ്മിൽ പൊളിറ്റിക്കൽ ഇഷ്യൂ, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ അർമേനിയയും തുർക്കിയും തമ്മിൽ ഈ ഒട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ ഈ ഒരു കൂട്ടക്കൊലയുടെ പേരിലാണ് ഇപ്പോഴും ഇവർ ആ ഒരു സംഭവം നടക്കുന്നത്. മാത്രമല്ല മൗണ്ട് അറാറത്ത് ഇപ്പോൾ ശരിക്കും തുർക്കിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു മെമ്മോറിയലിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു എനിക്ക് തോന്നുന്നു എപ്പോഴും കത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു അഗ്നിയുണ്ട്. അഗ്നിയുടെ സമീപത്തായിട്ട് ഇവിടെ വരുന്ന ആളുകൾ, ചില ആൾക്കാരൊക്കെ ഇതുപോലെയുള്ള പൂക്കളൊക്കെ കൊണ്ട് സമർപ്പിക്കുന്നുണ്ട്. എന്തായാലും
എന്താല്ലേ എത്ര ലക്ഷം ആളുകളെ കൊലവിളിച്ച ഒരു മനുഷ്യൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, മനസ്സുണ്ടല്ലോ, അത് ഭയങ്കരമല്ലേ. ഇപ്പോഴും എന്താണ് നടക്കുന്നത് ഇസ്രായേലിലും പാലസ്തീനിലും അതേപോലെ തന്നെ ഇറാനിലും പല രാജ്യങ്ങളിലും ഈ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ ഒരു വംശഹത്യ തന്നെയല്ലേ സത്യം പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മതത്തിൻ്റെ പേരിലും പിന്നെ രാജ്യത്തിൻ്റെ പേരിലുമൊക്കെ തമ്മിൽ തല്ലുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതൊക്കെ എന്ന് നിൽക്കുമെന്ന് നമുക്കറിയില്ല. ഇതിനകത്ത് ഇപ്പോഴും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്നറിയോ, നമ്മുടെ തുർക്കി എന്ന് പറയുന്ന രാജ്യം ഇതുപോലെ ഒരു കൂട്ടക്കൊല നടന്നതായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റ്. ഈ ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ബോർഡർ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? രാജ്യങ്ങൾ തമ്മിലുള്ള ബോർഡർ അത് ചിലപ്പോൾ ഇത് നമ്മുടെ അസർബൈജാൻ അർമേനിയ ബോർഡർ ആയിരിക്കും. കാരണം എപ്പോഴും ടെൻഷൻസാണ്, പ്രശ്നങ്ങളാണ്, പലതരത്തിലുള്ള ചെറിയതും വലുതുമായിട്ടുള്ള യുദ്ധങ്ങളും ബാക്കിയുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബോർഡറാണ് അസർബൈജാൻ അർമേനിയ ബോർഡർ എന്ന് പറയുന്നത്. എത്ര ആളുകളെയാണെന്നറിയോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, അത് ഭയങ്കര ഒരു നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അറിയാൻ പറ്റും. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പം ഒരു കാലത്ത് നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ ഇതുപോലെയുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴാണ് കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് കുറഞ്ഞത്, ഇപ്പോഴും ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. അപ്പോൾ അതുപോലെ എന്തായാലും നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഈ അതിർത്തികളുടെ പേരിലും പിന്നെ ഈ പറഞ്ഞ പോലെ മതത്തിൻ്റെ പേരിലും ആളുകളുടെ ഈഗോ ആറ്റിറ്റ്യൂഡൊക്കെ വെച്ചിട്ട് എന്തിനല്ലേ വെറുതെ ഇങ്ങനെ തമ്മിൽ തല്ലുന്നത്? ശരിക്കും UN എന്നൊക്കെ പറഞ്ഞ സംഘടന ഉണ്ടായിട്ടും അവർക്ക് പോലും കാര്യമായിട്ടൊന്നും ഇടപെട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ എന്ന് നിൽക്കും എപ്പോൾ നിൽക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും അർമേനിയ അസർബൈജാൻ ബോർഡർ ടൗണിലുള്ള ഒരു വില്ലേജ് ഉണ്ട്, അവിടേക്ക് പോകാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് പോയി നോക്കാമല്ലോ. ലെറ്റ്സ് സീ. ഇതിനകത്ത് താഴെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, പക്ഷേ ഇത് രാവിലെ 11 മണിക്ക് തുറക്കുള്ളൂ. ഞാനിപ്പോൾ രാവിലെ 10 മണി ആയതേ ഉള്ളൂ വന്നിട്ട്. ഇതിനകത്ത് എന്തൊക്കെയോ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഈ കൂട്ടക്കൊലയെ പറ്റിയുള്ള കുറേ കാര്യങ്ങളും മറ്റൊക്കെ ഉണ്ടാകും. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ദാറ്റ്സ് നോട്ട് ഓപ്പൺ. പിന്നെ മാത്രമല്ല അവിടെ അകത്ത് ഫോട്ടോ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ. നോഹയുടെ പെട്ടകം കാണാനായിട്ട് പോകാം നമുക്ക് അല്ലേ. അപ്പോൾ ഈ കാണുന്ന ഗ്രേ ഓപ്പൽ സഫീറ എന്ന് പറഞ്ഞ ഈ വണ്ടിയിലാണ് ഞാൻ നോഹയുടെ പെട്ടകം കാണാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നിന്നൊരു 45 കിലോമീറ്റർ ഉണ്ട്. ഗുഡ് മോർണിംഗ്. How are you? How are you? Fine. Very good. Okay. Call it up. Yes, call it up. That's it, call it up. What's Yes. your country? Yeah, I'm from India. From India. 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 Yes. Murmurki dadek murmurki. What is your name? Vartan. Huh? Vartan. My name is Vardan. Vardhan. Okay. Vardan. Okay, nice to meet you. And your? My name is Sujit. Sujit. Yeah, Sujit. Oh, Sujit. Yeah, Sujit. Yes. Yeah. Поехали. I can't телефон разговаривать по телефону. Okay. അങ്ങനെ സിറ്റിയിൽ നിന്ന് വിട്ടിട്ട് ഏകദേശം ഒരു മണിക്കൂറായി. നമ്മളിപ്പോൾ അർത്തഷത്ത് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു നഗരമുണ്ട്, ഒരു പുരാതന നഗരമാണ്. പണ്ടത്തെ ഇവിടുത്തെ രാജാക്കന്മാരുടെ സമയത്ത് ഇവരുടെ ഒരു ക്യാപിറ്റൽ നഗരമായിരുന്നു ഇത്. ആ ഒരു നഗരത്തിലൂടെ ഉള്ളൊരു ഹൈവേയിൽ നിന്നും നമ്മളിപ്പോൾ അകത്തേക്ക് തുർക്കി ബോർഡറിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ആ ഒരു കോർവിറാപ്പ് എന്ന് പറയുന്ന മൊണാസ്ട്രി അല്ലെങ്കിൽ അരാറത്ത് മൗണ്ടൻ, ഇതൊക്കെ തുർക്കി ബോർഡറിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ആ ഒരു ബോർഡറിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം കോർവിറാപ്പിൻ്റെ അടുത്ത് എത്താറായി. ഇവിടെ താഴെ ഒന്നുമില്ല, ഫുൾ ഇതുപോലെയുള്ള ചെറിയ പർവ്വതങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അപ്പോൾ ഇവിടെയൊക്കെ ഇതുപോലെയുള്ള കുറച്ച് സെമിത്തേരികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ആൻഡെക്സ് വഴി ടാക്സി ബുക്ക് ചെയ്തിട്ടാണ് ഈ ചേട്ടൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, നിനക്ക് എന്തായാലും തിരിച്ചു പോകണ്ടേ, നിങ്ങൾക്ക് തിരിച്ചു പോകാനായിട്ട് വേറെ വണ്ടിയൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങോട്ട് വരാനായിട്ട് 6000 അർമേനിയൻ ഡ്രാമാണ് ആയത് എന്ന് പറയുമ്പോൾ 1800 രൂപ. അപ്പോൾ എനിക്ക് വെയിറ്റിംഗ് ചാർജ് ഒന്നും തരണ്ട, നീ ഇവിടെ നിന്നാൽ മതി, നീ പോയിട്ട് വരുമ്പോഴത്തേക്കിനും എനിക്ക് അവിടെ ചെല്ലുമ്പോൾ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, ആയിക്കോട്ടെ, എനിക്ക് എന്തായാലും തിരിച്ചു പോകണമല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു, സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇവിടെയൊക്കെ ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു പള്ളിയുടെ ഭാഗമായിട്ടുള്ള സെമിത്തേരി ആണെന്ന് തോന്നുന്നു. ഇവിടെ താഴെയൊക്കെ കാണുന്നത് ഇതൊക്കെ പുതിയ സെമിത്തേരികളാണ്. എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. സോ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കാരണം അർമേനിയയിലെ ഒരു ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഈ ഒരു കോർവിറാപ്പ് എന്ന് പറയുന്ന സ്ഥലം. ഇതിൻ്റെ മുകളിലേക്ക് വണ്ടി പോകുന്നുണ്ട്, പക്ഷേ എല്ലാവരെയും കടത്തി വിടുന്നില്ല. നമുക്ക് നടന്ന് പോകണം, സ്റ്റെപ്പ് കയറി തന്നെ പോകണം എന്നാണ് തോന്നുന്നത്. ഇവിടെ കുറച്ച് റെസ്റ്റോറൻറ്റും പിന്നെ കോഫി ഷോപ്പുകളും സുവനീർ ഷോപ്പുകളും
അങ്ങനത്തെ പരിപാടികളൊക്കെ നമുക്ക് ഇച്ചിരി വെള്ളം വാങ്ങിക്കാം. ഇങ്ങനെ കടയിൽ നിന്ന് ഒരു കുപ്പി വെള്ളം വാങ്ങിച്ച് ഇനിയിപ്പോൾ നമുക്ക് വെള്ളമാക്കുക. ഇനിയിപ്പോൾ യൂറോപ്പിലേക്കൊക്കെ കയറുമ്പോഴത്തേക്കിനും വെള്ളമൊക്കെ ഇതാക്കി സെറ്റാക്കി വെക്കണം. Later, brother. I go and come. Come back. Yeah. Okay. തിരിച്ചു വരുമ്പോൾ ഡിസ്കൗണ്ട് തരാമെന്ന് പറയുന്നുണ്ട്. ഇത് ശരിക്കും നമ്മുടെ നാട്ടിലൊരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോകുന്ന പോലത്തെ സെയിം പരിപാടിയല്ലേ അല്ലേ? മൊത്തം സൂനിയറുകളും പിന്നെ അതുപോലുള്ള കടകളൊക്കെ ഇത് ഇങ്ങനെ തന്നെയാണല്ലോ. ഇത് ശരിക്കും നമ്മുടെ ഇന്ത്യയിലൊരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോകുന്നൊരു സെയിം സെറ്റപ്പ് അതുപോലെ ഇരിക്കുന്നു അല്ലേ? മൊത്തം ഇതുപോലെയുള്ള ചെറിയ കുട്ടി കുട്ടി കടകളും ബാക്കിയുള്ള സംഭവങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇനിയിപ്പം മേളിൽ കയറുമ്പോഴത്തേക്കിനും എനിക്കെൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അരാരത്ത് മൗണ്ടൻ കാണാൻ സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ സംശയം. കാരണം ഇപ്പോൾ വിൻ്റർ അല്ലേ, അപ്പോൾ ക്ലൗഡി ആയിരിക്കും, മൂടിപ്പറിച്ച് നിൽക്കുകയായിരിക്കും. നല്ല 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 വെതറാണെന്നുണ്ടെങ്കിൽ മാത്രമേ അരാരത്ത് മൗണ്ടൻ കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. പിള്ളേരൊക്കെ ടെററാണല്ലോ. യെസ്, അപ്പോൾ ലെറ്റ്സ് എന്താ പറയുക, ക്ലൈം ദ സ്റ്റെപ്സ്. ഇവിടെ നിന്ന് ഈ പടികൾ കയറി ഈ മലയുടെ മുകളിലേക്ക് പോകണം. നമ്മുടെ കോർ വിറാപ് മൊണാസ്ട്രിയും അതേപോലെ തന്നെ നോഹയുടെ പെട്ടകം വന്ന് അടിഞ്ഞു എന്ന് പറയപ്പെടുന്ന ആ ഒരു പർവ്വതവും കാണാനായിട്ട്. അയ്യോ, ഇത്രയും സ്ഥലമാണല്ലേ! എനിക്ക് തോന്നുന്നില്ല മിക്കവാറും ഇന്ന് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെന്ന്. കാരണം നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിൽ ശൈത്യം പോലെ തന്നെ മൊത്തത്തിൽ ഇങ്ങനെ ശൈത്യം മൂടി കിടക്കുകയാണ്, ഫുൾ മൂടി കിടക്കുകയാണ്. ഇവിടെ തുർക്കി ബോർഡർ, ഇവിടെ മൗണ്ടൻ തപ്പട്ടെ. ഓഫ്, ആ പള്ളി ഒരു രക്ഷയില്ലാട്ടോ. അത് പഴയത് അതേപോലെ തന്നെയൊക്കെ നിലനിർത്തി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. കുറേ സംഭവങ്ങളൊക്കെ ഇതുപോലെയുള്ളത് പുതിയതായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് വലിയ ടാസ്ക് ഒന്നുമല്ല മേലോട്ട് കയറാനായിട്ട്. കുറച്ച് ഞാൻ വിചാരിച്ച് കുറേ ഉണ്ടാവുന്നു, പക്ഷേ ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കയറി എത്തി. അപ്പോൾ ഈ കാണുന്നതാണ് കോർ വിറാപ് മൊണാസ്ട്രി എന്ന് പറയുന്ന ആ ഒരു പള്ളിയെ പറ്റി ഞാൻ പറയാം. അതിന് മുമ്പായിട്ട് ഇവിടുത്തെ കുറേ സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതായത് നമുക്ക് ഇവിടെ താഴെ അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണുന്ന ആ സ്ഥലം കണ്ടോ, അതാണ് തുർക്കിഷ് ബോർഡർ. അതെ, ആ ദൂരെ കാണുന്നൊരു റോഡ് കണ്ടോ, അത് തുർക്കിയാണ് ബേസിക്കലി. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു നോമാൻസ് ലാൻഡ് പോലത്തെ ഒരു സ്ഥലത്താണ് ബേസിക്കലി ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെ നമുക്ക് മൗണ്ട് അറാറത്ത് കാണേണ്ടതാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴത്തെ വെതർ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് മൗണ്ട് അറാറത്ത് കാണാൻ പറ്റില്ല. പക്ഷേ ഞാനിതിൻ്റെ സ്റ്റോക്ക് വിഷ്വൽസ് എടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മൗണ്ട് അറാറത്ത് എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ആ ഒരു മൗണ്ടൻ, അത് തുർക്കിയുടെ ഭാഗമായി പോയത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടുത്തെ ഇപ്പോഴത്തെ കാഴ്ചയൊന്ന് കാണാം. അപ്പോൾ ഇങ്ങനെ ഒരുമാതിരി തരിശായിട്ട് കിടക്കുന്നൊരു സ്ഥലം, ഈ കാണുന്നത് ബോർഡർ. അപ്പോൾ ഇവിടെ നിന്ന് തുർക്കിയിലേക്ക് പറന്നു പോകുന്ന കാക്കകൾ, ആ കാണുന്ന പച്ചപ്പും പാടമൊക്കെ കണ്ടില്ലേ, അതൊക്കെ ബേസിക്കലി തുർക്കിയാണ്. അപ്പോൾ ആ ഒരു തുർക്കിഷ് ബോർഡർ. ഇനി വേറെയും സംഭവമുണ്ട്. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇറാൻ ബോർഡറാവും. അതുകൊണ്ട് ആ ഭാഗത്തേക്കായിട്ട് പോയി കഴിഞ്ഞാൽ ഇറാൻ ബോർഡറാവും. പിന്നെ ഇറാൻ, തുർക്കി, അസർബൈജാൻ ഈ 3 രാജ്യങ്ങളുമായിട്ടുള്ള അതിർത്തി പങ്കെടുക്കുന്നൊരു സ്ഥലമാണിത്. ഇവിടെ നിന്നൊരു 10-15 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വീണ്ടും അസർബൈജാൻ ബോർഡറാവും. ഈ ഇറാനും തുർക്കിയുമായിട്ട് ബോർഡറുണ്ട്, തുർക്കിയും അസർബൈജാനുമായിട്ട് ബോർഡറുണ്ട്, തുർക്കിയും അർമീനിയുമായിട്ട് ബോർഡറുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളെല്ലാമായിട്ട് മൊത്തത്തിൽ ബോർഡറും ഡിസ്പ്യൂട്ടും പല പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഒരു പ്രത്യേക തരം സ്ഥലമാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. കാരണം ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നത്തിലാണ്. മൊത്തം ഈ പറഞ്ഞ പോലെ ചെറുതും വലുതുമായിട്ടുള്ള വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തം അടിപിടിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു പ്രത്യേക തരം ഏരിയയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഈ ഒരു പള്ളീനെക്കുറിച്ചും അതേപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് സത്യം പറഞ്ഞാൽ ആദ്യം നമുക്ക് നോഹയുടെ പെട്ടകത്തെ പറ്റി പറയണം. യെസ്, നോഹയുടെ പെട്ടകം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കെല്ലാം അറിയാം, മലയാളികൾക്കല്ല ഓൾമോസ്റ്റ് ലോകത്തിലെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്നാലും വളരെ സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യഹോവയുടെ കൽപ്പന പ്രകാരം മഹാപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഏകദേശം 600-ാമത്തെ വയസ്സിൽ നോഹ എന്ന് പറഞ്ഞ വ്യക്തി തയ്യാറാക്കിയ ഒരു കപ്പലാണ് നോഹയുടെ പെട്ടകം എന്ന് പറയുന്നത്. അതായത് ഈ ലോകത്തിലെ ഈ പ്രശ്നങ്ങളും ആളുകളുടെ ജീവിതവും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കണ്ട് മനമെടുത്ത യഹോവ ലോകത്തിലെ സകല ചരാചരങ്ങളെയും നശിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയായി. പക്ഷേ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു. നീതിമാനായ നോഹയെയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും സകല ചരാചരങ്ങളുടെയും ഓരോ ഇണയോടുകൂടി രക്ഷപ്പെടുത്താനായിട്ട് യഹോവ ആഗ്രഹിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ യഹോവ ഗോഫർ മരം കൊണ്ട് ഒരു കപ്പൽ നിർമ്മിക്കാനായിട്ട് നോഹയോട് ആജ്ഞാപിച്ചു.
അപ്പോൾ അങ്ങനെ നോഹയും കുടുംബവും അതേപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളുടെ എല്ലാ ഓരോ ജോഡിയും കൂടെ ചേർത്ത് ആ കപ്പലിൽ അവർ എന്താ പറയുക സുരക്ഷിതരായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഈ കപ്പലൊക്കെ ഉണ്ടാക്കി ഈ ബാക്കിയുള്ള ജീവജാലങ്ങളെയും നോഹയുടെ കുടുംബവും ബാക്കിയുള്ള ആൾക്കാരും എല്ലാവരും കൂടെ ചേർന്ന് ഇതെല്ലാം കഴിഞ്ഞ് സജ്ജമായി കഴിഞ്ഞ് തുടങ്ങിയപ്പോഴത്തേക്കിനും പേമാരി ആരംഭിച്ചു. അങ്ങനെ പേമാരി ആരംഭിച്ച് പർവ്വതങ്ങൾ വരെ, അതായത് പർവ്വത കൊടുമുടികൾ വരെ പേമാരിയിൽ മുങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അതായത് ലോകത്തെ എല്ലാ സംഭവങ്ങളും നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, എല്ലാത്തിനെയും അടിച്ച് തീർത്ത് കളയാവുന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണല്ലോ ബേസിക്കലി അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പർവ്വതങ്ങൾ വരെ മുങ്ങുന്ന രീതിയിലുള്ള പ്രളയം വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ 150 ദിവസത്തിന് ശേഷം കാലക്രമേണ വെള്ളമെല്ലാം കുറഞ്ഞു തുടങ്ങിയപ്പോൾ ഈ കപ്പലാകുമ്പോഴത്തേക്കിനും വെള്ളത്തിൽ പൊങ്ങി കിടക്കാണല്ലോ. ഈ കപ്പൽ നമ്മുടെ ഇവിടെ മുമ്പിൽ കാണുന്ന മൗണ്ട് അരാറത്ത് എന്ന് പറയുന്ന അരാറത്ത് പർവ്വതത്തിൽ വന്ന് ഉറച്ചു നിന്നു എന്നാണ് കഥകൾ പറയുന്നത്. കഥകളല്ല, ആ ഒരു ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ പറയുന്നത്. അപ്പം ഈ മൗണ്ട് അരാറത്ത് തന്നെയാണോ ഈ ബൈബിളിൽ പ്രതിപാദിക്കുന്ന ഈ മൗണ്ട് അരാറത്ത് ഇത് തന്നെയാണോ എന്ന കാര്യത്തിൽ പല തർക്കങ്ങളും മറ്റുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പിന്നീട് വന്ന പല ക്രിസ്ത്യൻ മത ആചാര്യന്മാരും പോപ്പടക്കം, അതായത് മാർപ്പാപ്പമാരടക്കം ഇതിനെപ്പറ്റി പല രീതിയിൽ പല സ്ഥലത്ത് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മൗണ്ട് അരാറത്ത് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എന്ന് ഏകദേശമൊക്കെ ഉറപ്പിച്ചൊക്കെയാണ്. ഇതൊക്കെ ബേസിക്കലി കഥകളാണല്ലോ. അപ്പോൾ ഈ കഥകളെന്ന് പറയുന്നത് പലതും നമുക്ക് ചിലതൊക്കെ വിശ്വസിക്കാൻ പറ്റും, ചിലത് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കഥകളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു മൗണ്ട് അരാറത്തിൽ വന്ന് ഈ നോഹയുടെ പെട്ടകം വന്ന് തറച്ചു നിന്നു എന്നാണ് ബേസിക്കലി പറയപ്പെടുന്നത്. അപ്പം ഈ മൗണ്ട് അരാറത്ത് എന്ന് പറയുന്നത് പണ്ട് ഈ അർമേനിയയുടെ ഭാഗമായിരുന്ന സ്ഥലങ്ങളാണ്. പിന്നീട് 1920 മറ്റോ ആ സമയത്ത് എന്തോ ആണ് ഇവിടെ ഈ ഒട്ടോമാൻ സാമ്രാജ്യത്തിലെ ആളുകളായിട്ട് യുദ്ധമൊക്കെ നടന്ന സമയത്ത് ഈ മൗണ്ട് അരാറത്തും പിന്നെ സമീപത്തുള്ള പ്രദേശങ്ങളും തുർക്കി പിടിച്ചടക്കുകയായി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അർമേനിയയ്ക്ക് ഈ ഒരു സ്ഥലം നഷ്ടപ്പെട്ടു. ഈ ഒരു അർമേനിയൻ ഹൈലാൻഡ്സിലുള്ള ഈ ഒരു പ്രദേശത്ത് ബേസിക്കലി മൗണ്ട് അരാറത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 പർവ്വതങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്, ലിറ്റിൽ അരാറത്തും അതേപോലെ തന്നെ അവരുടെ മെയിൻ അരാറത്ത് മൗണ്ടനും. അപ്പോൾ അങ്ങനെ മൗണ്ട് അരാറത്തിൽ വന്ന് ആ ഒരു നോഹയുടെ പെട്ടകം അവിടെ വന്ന് നിന്ന് ഉറച്ചതിന് ശേഷം നോഹ അതിൽ നിന്നൊരു പ്രാവിനെ പ്രാവിനെ പറത്തിവിട്ടു. അതൊരു ഒലീവ് ഇലയുമായിട്ട് മടങ്ങിയെത്തി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നോഹ കപ്പലിൽ നിന്നിറങ്ങി സന്തോഷത്തോടെ യഹോവയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടൊരു യാഗം നടത്തി. യഹോവ അതിൽ സന്തുഷ്ടനാവുകയും അതേപോലെ തന്നെ ഇനി ഒരിക്കലും ഭൂമിയിൽ ഇതുപോലൊരു പ്രളയം സൃഷ്ടിക്കുകയില്ല എന്നുള്ള ഒരു ഉടമ്പടിയിലെത്തുകയും ചെയ്തു എന്നാണ് ഏകദേശം ചരിത്രം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മൗണ്ട് അരാറത്തിനെ പറ്റി പറഞ്ഞു, മൗണ്ട് അരാറത്തിൽ നോഹയുടെ പെട്ടകം തറച്ചു നിൽക്കുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ ഒരു പള്ളി, എന്താണ് മൗണ്ട് അരാറത്തിന് സമീപത്തായിട്ട് കോർവിറാപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്? യെസ്, ഇതിൻ്റെ കഥ ഞാൻ ഇതിനകത്തേക്ക് കയറി ഞാൻ പറഞ്ഞുതരാം. അർമേനിയൻ കാത്തലിക്സിൻ്റെ ഒരു വലിയൊരു പഴയ ഒരു മൊണാസ്ട്രിയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഈ കോർവിറാപ്പ് എന്ന് പറയുന്നത്. ശരിക്കും ഇതിൻ്റെ ആദ്യത്തെ നിർമ്മാണം 6th സെഞ്ച്വറി, അതായത് 642 AD പറയുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു പള്ളിയുടെ നിർമ്മാണം 1662, അതായത് 17th സെഞ്ച്വറിയിലാണെന്നും പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ചുറ്റിനും നമുക്ക് അതിൻ്റെ ഒരു പ്രൊട്ടക്റ്റഡ് വാളുണ്ട്. അത് 17th സെഞ്ച്വറിയിൽ 1600 കാലഘട്ടങ്ങളിലുണ്ടാക്കിയ പള്ളി. അതവർ ഏകദേശം എങ്ങനെയൊക്കെയാണോ ഉണ്ടാക്കിയിരുന്നത് അതേപോലെയൊക്കെ തന്നെയാണ് ഇപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കുറച്ച് കണ്ടില്ല, അതിനിടയ്ക്ക് തടിയൊക്കെ വെച്ച് കയറ്റിയിരിക്കുന്നു. അതിൻ്റെ ഒരു വാളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പണ്ട് കാലത്ത് ചെയ്ത അതേ രീതിയിൽ തന്നെ അവർ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ സെയിൻറ്റ് ഗ്രിഗറി എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു, സെയിൻറ്റ് ഗ്രിഗറി. ആ സെയിൻറ്റ് ഗ്രിഗറിയും ഈ ഒരു മൊണാസ്ട്രിയുമായിട്ട് ഒട്ടേറെ കഥകളുണ്ട്. അത് ഞാൻ പറയാം. ഈ സെയിൻറ്റ് ഗ്രിഗറി എന്ന് പറഞ്ഞ വ്യക്തിയാണ് അർമേനിയയിൽ സത്യം പറഞ്ഞാൽ ക്രിസ്തു മതം ഔദ്യോഗിക മതമായിട്ട് സ്വീകരിക്കാനായിട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചൊരു വ്യക്തി എന്ന് പറയുന്നത്. ഈ സെയിൻറ്റ് ഗ്രിഗറി അർമേനിയയിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഇവിടുത്തെ ആളുകൾ കൂടുതലും സൊറോസ്ട്രിയൻ മതമില്ലേ, ഞാൻ അന്ന് മറ്റേ കസാഖിസ്ഥാനിൽ വെച്ച് തുർക്ക്മെനിസ്ഥാൻ ബോർഡറിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അന്ന് എനിക്ക് അതിനെപ്പറ്റി വലിയ അറിവില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ കുറേ പഠിച്ചു വിട്ടു അതിനെപ്പറ്റി. നമ്മുടെ രത്തൻ ടാറ്റയൊക്കെ സൊറോസ്ട്രിയൻ മതത്തിൻ്റെ ആൾക്കാരായിരുന്നു. അപ്പോൾ അവിടെ ആ സൊറോസ്ട്രിയൻ മതവിശ്വാസികളായിരുന്നു ഇവിടുത്തെ ആൾക്കാരൊക്കെ. അതിനുശേഷം ഈ സെയിൻറ്റ് ഗ്രിഗറി വന്നിട്ടാണ് ഇവിടുത്തെ ആളുകളെ ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുകയും പിന്നീട് അർമേനിയൻ ജനത ലോകത്തിലെ തന്നെ ആദ്യത്തെ ക്രിസ്ത്യൻ മതം അംഗീകരിക്കുന്ന ഒരു സ്റ്റേറ്റ് കൺട്രി ആയിട്ട് മാറുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ചരിത്രമൊക്കെ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഇതെനിക്ക് കണ്ടിട്ട് ഒരു ഡ്രിങ്കിങ് വാട്ടർ സോഴ്സാണ്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതിനകത്ത് ഇപ്പോൾ വെള്ളം വരുന്നില്ല.
ഇതുപോലെയുള്ള പല ഡ്രിങ്കിങ് വാട്ടർ സോഴ്സുകളും നമുക്കിവിടെ അർമേനിയയിൽ പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മെയിൻ പള്ളി ഏരിയ എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം റിനോവേറ്റഡ് ആണ്. ഇവിടെയുള്ള ഒരു മലയുടെ മുകളിൽ ആ ഒരു പാറയുടെ മുകളിൽ അതേപോലെ തന്നെ ചെയ്തിരിക്കുന്ന ഒരു പള്ളിയാണ്. ധാരാളം പ്രാവുകളൊക്കെ ഉണ്ട്. വെളുപ്പും ചാര നിറത്തിലുള്ള പല നിറത്തിലുള്ള പ്രാവുകളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നത്. നമുക്ക് പ്രാവുകളെ പറത്തിവിടാം. അങ്ങനത്തെ പല പരിപാടികളും ഇവിടെയുണ്ട്. ഈ കാണുന്നത് നേഴ്സസ് ചാപ്പൽ എന്ന് പറഞ്ഞിട്ട് 7th സെഞ്ച്വറിയിൽ നിർമ്മിച്ച ഒരു ഇതിനകത്തെ ഒരു ചാപ്പലാണ്. ഈ ഒരു മൊണാസ്ട്രിക്കുള്ളിലെ ചാപ്പലാണ്. ലൈം സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനകത്തൊരു ജയിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യെസ്, ആ ജയിലിൽ അന്നത്തെ ഇവിടുത്തെ രാജാവ് നമ്മുടെ സെയിൻറ്റ് ഗ്രിഗറീനെ ഏതാനും വർഷങ്ങൾ പൂട്ടിയിട്ടു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ലല്ലോ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ചാപ്പൽ കൊള്ളാമല്ലേ, നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ മുമ്പിൽ നമുക്കിവിടേക്ക് ഇതിൻ്റെയൊക്കെ താഴേക്ക് കുറേ ഇതുപോലെയുള്ള കുറേ എന്താ പറയുക ബങ്കേഴ്സും ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ മൗണ്ട് അരാരത്തിനെ ലക്ഷ്യമാക്കി ഇതുപോലെയുള്ള ഒരു പീരങ്കിയൊക്കെ വയ്ക്കാവുന്ന ടൈപ്പ് ഒരു സ്ഥലമൊക്കെ അവിടെയുണ്ട്. പിന്നെ അത്യാവശ്യം മെയിൻറ്റെയിൻഡാണ്. അതിനകത്തൊരു സുവനീർ ഷോപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കയറാം. ഇവിടെ പല രീതിയിൽ എന്താ പറയുക, ഈ ഭിത്തികളിലൊക്കെ പല ആൾക്കാരും പല സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടൊക്കെയുണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കര സാഡ് തിങ്ങാണ്. പിന്നെ പണ്ടത്തെ എഴുത്തും പുതിയ എഴുത്തും അങ്ങനെ പലരും ഇതിനകത്ത് കയറാൻ പറ്റില്ല. കയറാം തണുപ്പ് കാരണം അടച്ചു വെച്ചിരിക്കുകയാണ്. ഓഹ്, ഇത് സത്യം പറഞ്ഞാൽ ആ ഒരു പഴമ അത് അതേപോലെ നിലനിർത്തുന്ന രീതിയിൽ ചെയ്തിരിക്കുന്ന, അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. നോക്കിയേ, ഇത് ആളുകൾ എഴുതിയിരിക്കുന്നതാണോ അതോ കൊത്തുപണികളാണോ എന്ന് എനിക്കറിയത്തില്ല. രണ്ടും ഉണ്ടാവും മിക്കവാറും. കണ്ടിട്ട് കൊത്തുപണി മറ്റേ ഇതുപോലെ തോന്നുന്നില്ല. ഇതൊക്കെ ആൾക്കാർ കുത്തി വരച്ച് മറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിലിംഗ് നോക്കിയേ. ഇത്രയും പഴക്കമുള്ള ഒരു ലൈം സ്റ്റോണിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സംഭവം. പലതരത്തിലുള്ള കാവിങ്സ്. ഇതൊരു വുഡൻ ഡോറ്, അതിലൊരു കുരിശുണ്ട്. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. പള്ളിക്കുള്ളിലെ ആ ഒരു അൽത്താരയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അന്നത്തെ ഞാൻ പറഞ്ഞില്ലേ ഗ്രിഗറിയും അതേപോലെ തന്നെ അർമീനിയൻ കിങ്ങും അവർ രണ്ടുപേരും കൂടെയുള്ളൊരു ഛായാചിത്രം അവിടെ വെച്ചിട്ടുണ്ട്. അർമീനിയൻ കിങ്ങാണ് ആ ഗ്രിഗറീനെ ഇവിടെ 13 വർഷം ഇവിടെ ഒരു പള്ളിക്കുള്ളിലെ ഒരു ജയിലിനകത്തിട്ടത്. ആ ജയിൽ അവിടെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു പഴയ ഒരു ഷാൻലിയറുണ്ട്. പിന്നെ ഒരു ഡോം ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ സാധിക്കും. ഒരു 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 എന്താ പറയുക, ഒരു മോസ്കിൻ്റെയൊക്കെ ചെറിയൊരു ടച്ചൊക്കെ നമുക്ക് ഇതിനകത്ത് കയറുമ്പോൾ നമുക്ക് കാണുമ്പോൾ തോന്നും. പിന്നെ ഇതിനകത്തൊരു പള്ളിയിലച്ഛൻ ഇരിപ്പുണ്ട് അവിടെ. യെസ്, ദാറ്റ്സ് ഇറ്റ്. മനോഹരമായിട്ടുള്ള ഒരു കുഞ്ഞ് പള്ളി, ഒരു അൽത്താര. ബേസിക്കലി ഒരു ചാപ്പലാണല്ലോ പള്ളി എന്ന് പറയുന്നത്, ഒരു ചാപ്പലാണല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ആംബിയൻസ്, കുന്തിരിക്കത്തിൻ്റെ മണം, അങ്ങനെ മൊത്തത്തിൽ ഒരു നല്ലൊരു ആംബിയൻസ് ആയിരുന്നു എനിക്കകത്ത് കയറിയപ്പോൾ തോന്നിയത്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. കൊള്ളാമല്ലേ? അങ്ങനെ ചാപ്പലിനകത്ത് കയറിയിട്ട് ഞാനിവിടെ പുറത്തേക്ക് ഇറങ്ങി വന്നു. പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കിനും ഇവിടെ നമുക്ക് എന്തൊക്കെയോ കാണാം. ഇതെന്താ സംഭവിച്ചത്? ഇരിപ്പിടങ്ങളാണോ അതോ കല്ലറകളാണോ? കണ്ടിട്ട് കല്ലറയൊക്കെ പോലെ ഉണ്ട്. കല്ലറയാണെന്ന് തോന്നുന്നു കേട്ടോ. പണ്ടത്തെ എന്തോ ഒരു കല്ലറകളോ അങ്ങനെ എന്തോ പരിപാടികളൊക്കെയാണ്. വലിയ തിരക്കൊന്നുമില്ല ഇപ്പം ഈ സമയമായതുകൊണ്ടായിരിക്കും. കാരണം വിൻ്ററിൽ ഇവിടെ അങ്ങനെ അധികം ആൾക്കാർ വരില്ല. കാരണം ഒന്നാമത് ഈ മൗണ്ട് അരാറത്ത് പോലും വരെയൊക്കെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മൗണ്ട് അരാറത്ത് കാണാം. ഇവിടെ മാത്രമല്ല, നമ്മുടെ യെരവാനിൽ എവിടെ നിന്ന് കഴിഞ്ഞാലും നമുക്ക് മൗണ്ട് അരാറത്ത് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ വിൻ്ററിൽ കാണാൻ പറ്റില്ല. വിൻ്ററിൽ നമുക്കിങ്ങനെ സ്കൈ ക്ലിയർ ആയിട്ട് വരത്തില്ലല്ലോ. എന്തായാലും ഞാൻ ആ ഒരു ജയിൽ എവിടെയാണ് എന്ന് ഞാൻ ഒന്ന് പോയി തപ്പട്ടെ. ജയിൽ കോഴിയാണ്, പ്രാവാണ്, എന്തോ അലയ്ക്കുന്നേ, കോഴിയോ പ്രാവോ എന്തൊക്കെയുണ്ട്. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ വേർ ഇസ് ദ ജയിൽ. ഇവിടെ ശരിക്കും ഒരു ഗൈഡ് ടൂറൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഗൈഡിനെ ഒന്നും ഞാൻ കണ്ടില്ല. കാണുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എടുക്കുമായിരുന്നു. ഇത് മെഴുകുതിരി കത്തിക്കുന്ന സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ഈ വിൻ്ററുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ ഉള്ളിൽ ഇതുപോലൊരു ഹോളിനകത്താണെന്ന് തോന്നുന്നു മെഴുകുതിരി കത്തിക്കുന്നത്. അപ്പോൾ അത് മെഴുകുതിരി കത്തിക്കുന്നൊരു സ്ഥലമാണ്. എന്നാൽ ഈ പള്ളി ഒരു ഭയങ്കര ഒരു നിഗൂഢത നിറഞ്ഞ ഒരു പള്ളിയാണല്ലേ. ഭയങ്കര അങ്ങനത്തെ ഒരു ഫീല്. ഇവിടെ മറ്റൊരു ബിൽഡിംഗ് കാണാം. ഈ ഒരു ബിൽഡിങ്ങിനകത്ത് എന്താ സംഭവം നോക്കട്ടെ. ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ജയിൽ ഉണ്ടോ. അപ്പോൾ ആ ജയിലിലേക്ക് നമുക്ക് പോവാം. ഇതും ഒരു ചെറിയൊരു ചാപ്പലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ചാപ്പലിൻ്റെ സൈഡിലായിട്ട് താഴേക്ക് ഒരു വഴിയുണ്ട്. ഇത് കണ്ടോ, ഈ വഴിയിലൂടെ ഇറങ്ങിപ്പോകുമ്പോഴാണ് നമുക്ക് ജയിൽ വരുന്നത്. അതായത് 13 വർഷമാണ് ഗ്രിഗറി എന്ന് പറഞ്ഞ വ്യക്തിയെ ഇതിനകത്ത് ഇവർ കൂട്ടിയിട്ടത്. ഒരാൾ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളി കയറി വന്നാലേ എനിക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുള്ളൂ. എൻ്റെ പൊന്നേ, ഇതിങ്ങനെയാണോ? ഇത് നമ്മൾ വിചാരിക്കുന്നില്ല കേട്ടോ. ഇത് താഴേക്ക് അത്യാവശ്യമുണ്ട്. കിങ് തിരിഡേറ്റ്സ് 3 എന്ന് പറഞ്ഞ രാജാവുണ്ടായിരുന്നു ഇവിടുത്തെ. അപ്പോൾ അദ്ദേഹമാണ് ഗ്രിഗറീനെ ബേസിക്കലി ഇതിനകത്ത് പൂട്ടിയിട്ടത്. ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ താഴേക്ക് ഇറങ്ങിപ്പോയിട്ട് ഞാൻ കാണിച്ചു തരാം.
ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് അടിപൊളി, ഇത് പണി കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലല്ല കേട്ടോ. നോക്കട്ടെ എങ്ങനെയാണത്. ക്യാമറ കൈ പിടിച്ച് ഇത് ഭയങ്കര ഇത് ഡീപ്പാണ്. നോക്കി ക്യാമറ കൈ പിടിച്ച് ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. ഡീപ്പാട്ടോ, കൈ തണുക്കുന്നു. ഇത് കയറി പണിയടിക്കും. അവിടെ വീണു ഭയങ്കര സ്റ്റീപ്പാണ്. നിങ്ങൾക്കിത് എത്രത്തോളം ഇതൊന്നും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിവിടെ ഇതിന് വേണ്ടിയാണ് വന്നത്. ഓ മൈ ഗോഡ്, ഇത് ഇറങ്ങിപ്പോയേ പറ്റുള്ളൂ. ഓ എൻ്റെ അമ്മേ, ഞാൻ ഇറങ്ങി സംഭവം കാണിച്ചിട്ട്. പക്ഷെ എൻ്റെ പൊന്നെ, അങ്ങനെ ഞാൻ ഫൈനലി ഇതിനകത്ത് ഇറങ്ങി വന്നു. ഇതുണ്ടോ, ഈ കാണുന്ന പടികളിൽ കൂടിയാണ് നമ്മൾ ആക്ച്വലി കയറി പോകേണ്ടത്. ഈ ഒരു രക്ഷയില്ല കേട്ടോ. ആ ഗ്രിഗറി എന്ന് പറഞ്ഞ വ്യക്തി, ഇദ്ദേഹമാണ് ഗ്രിഗറി എന്ന് പറഞ്ഞ നമ്മുടെ സെയിൻറ്റ് ഗ്രിഗറി. അദ്ദേഹം ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നിട്ട് സംഭവിച്ചെന്താന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവിടുത്തെ രാജാവ് വന്ന്, ഞാൻ പറഞ്ഞില്ലേ അവർ വേറെ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഗ്രിഗറിയുടെ തത്വങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ രാജാവിൻ്റെ അച്ഛൻ മരണപ്പെട്ടതിന് ഗ്രിഗറിയുടെ അച്ഛനുമായിട്ട് എന്തോ റിലേഷനൊക്കെ ഇദ്ദേഹം കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ഗ്രിഗറിയെ 13 വർഷമാണ് ഇതിനകത്തിട്ട് പീഡിപ്പിച്ചത്. ഈ രാജാവ് ബേസിക്കലി ഈ ഗ്രിഗറി ഇതിനകത്തുള്ള കാര്യം പിന്നെ മറന്നേ പോയി. അപ്പോൾ ഇവിടെയുള്ള സമീപത്തുള്ള എങ്ങാണ്ടുള്ള ഒരു ലേഡി, ആ ലേഡി ഗ്രിഗറിക്ക് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ബ്രെഡ് കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ബ്രെഡ് കഴിച്ച് 13 വർഷം അദ്ദേഹം ഇതിനകത്ത് സസ്റ്റെയിൻ ചെയ്തു, ജീവിച്ചു. പിന്നീട് ഈ രാജാവുമായിട്ട് പിന്നീട് ഇയാളെപ്പറ്റി അറിയുകയും ഇയാളെ പിന്നീട് തിരിച്ചു കൊണ്ടുവരികയും പിന്നീട് ക്രിസ്ത്യാനിറ്റി എന്നൊരു സംഭവം വീണ്ടും ഗ്രിഗറി പ്രചരിപ്പിച്ച് അങ്ങനെ രാജാവ് പിന്നീട് മനം മാറി എന്താ പറയുക ഡിസിഷനൊക്കെ മാറ്റി അങ്ങനെ ഫൈനലി അങ്ങനെയാണ് അർമേനിയയിൽ ക്രിസ്തു മതം ഇവർ സ്വീകരിച്ചത് എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. സോ അങ്ങനെ ഗ്രിഗറി കടന്നിരുന്ന ആ 13 വർഷം അദ്ദേഹം ഒറ്റയ്ക്ക് കടന്നിരുന്ന ആ ഒരു അണ്ടർഗ്രൗണ്ട് ജയിലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പള്ളിക്കുള്ളിലെ ജയിൽ കണ്ടില്ലേ, ആ പള്ളിക്കുള്ളിലെ ജയിലാണിത്. ഇതിപ്പം നല്ല തണുപ്പാണ്, പക്ഷേ സമ്മറിൽ ഇതിനകത്ത് ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്, ഒടുക്കത്തെ ചൂടാണെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് സമ്മറിൽ. കാരണം ഇതൊക്കെ കരിങ്കല്ല് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ് കണ്ടല്ലേ. സമ്മർ ആകുമ്പോഴത്തേക്കിനും ഭയങ്കര ചൂടായിരിക്കും, കാരണം സമ്മറിൽ പുറത്ത് തന്നെ ഭയങ്കര ചൂടാണ്. അപ്പം മര്യാദയ്ക്ക് വായുവോ വെളിച്ചമോ കയറാത്ത ഇതിനകത്ത് എത്രത്തോളം ഹ്യൂമിഡിറ്റിയും പ്രശ്നങ്ങളും ഉണ്ടാവും, എത്രത്തോളം യാതനകളും കഷ്ടതകളും സഹിച്ചായിരിക്കും ആ ഗ്രിഗറി എന്ന് പറയുന്ന അദ്ദേഹം ഇതിനകത്ത് ജീവിച്ചത് എന്ന് നമ്മൾ ഓർക്കുമ്പോഴത്തേക്കിനും അത് ഭയങ്കര ഒരു വലിയ സംഭവം തന്നെയല്ലേ. കാരണം അദ്ദേഹത്തെ യഹോവ രക്ഷിച്ചു എന്നാണ് ബേസിക്കലി, യഹോവ കാത്തു, യഹോവ രക്ഷിച്ചു എന്നൊക്കെയാണ് കഥകൾ ബേസിക്കലി പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് ഒരു കുരിശുണ്ട്, ഇത് പുതിയതാണ്. പിന്നെ ഇവിടെ ഒരു കാണിക്കവഞ്ചിയാണെന്ന് തോന്നുന്നു, ഒരു കാണിക്കവഞ്ചി കാണാൻ സാധിക്കും. പിന്നെ ഇവിടെയും ഒരു കുരിശുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ലൈറ്റ് ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ പണ്ട് ഇതിനകത്ത് ലൈറ്റും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാനിത് തിരിച്ചു കയറണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇത് ഭയങ്കര ഓട്ടത്. അങ്ങനെ ഞാൻ തിരിച്ചു കയറാൻ പോവാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ സംഭവം മനസ്സിലാവുന്നുണ്ടോ? ലൈക്ക് ഹൗ ദ തിങ് ഈസ്. ഈ കാണുന്ന ഈ ഒരു ചെറിയൊരു ഇതിനകത്തൂടെ എങ്ങനെ സംഭവം ഉണ്ടത്. ഇത് കണ്ടില്ലേ, ഇത് നോക്കിയേ, ഇങ്ങനെയാണ് കയറി പോകേണ്ടത്. ഈ കാണുന്ന ചെറിയൊരു ഊട്ടാണ്, ഈ ഒരു ഊട്ടയ്ക്കുള്ളിലൂടെയാണ് നമ്മൾ മേലോട്ട് ഈ കാണുന്നത്. ഇതിങ്ങനെ സ്ട്രെയിറ്റാണ് വെച്ചിരിക്കുന്നത്, അതൊരു 90 ഡിഗ്രിയിലാണ് ഈ ഒരു കോണി ഇവിടെ വെച്ചിരിക്കുന്നത്, 90 ഡിഗ്രി. ഇത് നമ്മൾ ഗൈഡായിട്ടൊക്കെ വന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് ഇവിടെ ആളുകൾ ഇറങ്ങി വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ അധികം ആൾക്കാർ വരാത്തത്. 90 ഡിഗ്രി ഉള്ളൊരു കോണി ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. എൻ്റെ അമ്മോ, ഇത് ഇറങ്ങാൻ വലിയ പ്രശ്നമില്ല, അത് കയറാൻ ഭയങ്കര പാടാട്ടോ. 90 ഡിഗ്രി ഉള്ള കോണി. അയ്യോ, ആരും ഇറങ്ങല്ലേ, ഞാൻ കയറുകയാണേ. ഐ എം കമ്മിങ്. ഇവിടെ ചാരി നിൽക്കാം, അതാണ് ആദ്യമുള്ളൊരു ഗുണം. ഇത് ചാരി നിൽക്കാം. Somebody is coming.
It's fun. Almost there. എങ്ങനെ തിരിച്ചു കയറും? Yes, I did it. ശരി, പൊന്നു. തിരിച്ചു കയറിയപ്പോഴത്തേക്കും ഇവിടെ അത്യാവശ്യം നല്ല തിരക്കായി. ഇവിടെ ഉണ്ടല്ലോ വേറെ എന്തോ ഒരു സംഭവം. ഇതെന്തുവാ ദൈവമേ, ഇത് വീണ്ടും ഒരു സ്റ്റെപ്പ്. ഇവിടെ ഉണ്ട് വേറെ. നോക്ക്, ഇതും ഒരു ജയിലാണ്. 2 ജയിലുണ്ട് മൊത്തത്തിൽ ഇതിനകത്ത്, കണ്ടില്ലേ? ഇതെന്തോ അതിനകത്ത് അടിയിൽ സെയിം അതേപോലെ തന്നെ അല്ലേ? ഇതിനകത്ത് എന്തെങ്കിലും കാണാമോ? ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ജസ്റ്റ് ഒരു ജയിൽ മുറി പോലത്തെ ഒരു മുറിയല്ലേ? പ്രത്യേകിച്ച് ഇറങ്ങിയിട്ടൊന്നും ഇല്ല അവിടെ. ഇത് ഈ പറഞ്ഞ പോലെ പണ്ട് കാലത്ത് എന്തൊക്കെ പരിപാടികളല്ലേ ആൾക്കാർ ചെയ്തിരുന്നേ. ഇതിനകത്ത് ആരും ഇറങ്ങുന്നില്ല, ഒന്നുമില്ല. മറ്റേതാണ് നമ്മുടെ മെയിൻ സ്ഥലം. ഇതും തടി കൊണ്ടുണ്ടാക്കിയ മറ്റേ ഡോറും പരിപാടികളൊക്കെയാണ് കേട്ടോ. ഇനിയുണ്ട് ഇതിൻ്റെ സൈഡിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കിനും പല പല സംഭവങ്ങൾ. ഇതെന്താണിത്? ടോയ്ലറ്റ് വല്ല ആണോ? വാട്ട് ഈസ് ദിസ്? ടോയ്ലറ്റ് അല്ല, ഇത് അടുക്കളയാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. ഇത് വാട്ട് ഈസ് ദിസ്? അടുപ്പ് വേണ്ട, തീ കത്തിച്ച് പാചകം ചെയ്യുന്ന ഇതിനകത്തെ അടുപ്പാണ്. അടുപ്പ് പാചകമായിരിക്കില്ല, ചിലപ്പം ഹീറ്റിംഗ് സിസ്റ്റം എന്തെങ്കിലും ആയിരിക്കും. ഇത് കണ്ടല്ലേ, ഇതൊക്കെ പണ്ട് കാലത്ത് ആളുകളൊക്കെ ഓരോന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ് അതിനകത്ത്. അയ്യോ, ഭയങ്കര ടെററായിരുന്നു കേട്ടോ അതിനകത്ത് ഇറങ്ങിപ്പോകുന്നു. 90 ഡിഗ്രി ആംഗിളിലുള്ള ഒരു ഇതെന്ന് പറയുമ്പോഴേ, കോണിപ്പടി എന്ന് പറയുമ്പോഴേ സംതിങ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ തുർക്കി ഒന്നും കാണുന്നില്ല ഗൈസ്. തുർക്കി മൗണ്ട് അറാറത്തൊക്കെ കാണേണ്ടതാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒന്നും കാണുന്നില്ല. അതാണ് ആകെയുള്ളൊരു സാഡ് തിങ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് അമേസിങ്. ഇഷ്ടപ്പെട്ടു. ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വർത്ത് കമ്മിങ് അല്ലേ? ദോഹയുടെ പെട്ടകം കാണാമെന്ന ഞാനാ എൻ്റെ പൊന്നു. എന്തായാലും ലെറ്റ്സ് ഗോ ഡൗൺ. ഞാനൊരു അർമേനിയൻ മണി വാങ്ങിച്ചു സുഹൃത്തുക്കൾ. അർമേനിയൻ മണി വൈനൊക്കെ കിട്ടുമല്ലോ ഇവിടെ. വൈനും സ്നാക്സൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ അപ്പൂപ്പൻ ചേട്ടൻ അവിടെ ഉണ്ടാവുമല്ലേ? അവിടെ ഉണ്ടാവും. ഇവിടെ ഉണ്ടല്ലോ പഴയ ലാടയും മറ്റുമൊക്കെ. പഴയ സോവിയറ്റ് വണ്ടികളല്ലേ, സോവിയറ്റ് രാജ്യമല്ലേ, ഇപ്പോൾ ഉണ്ടാവും. പാവം അപ്പച്ചൻ ഇരുന്ന് ഉറങ്ങുകയാണ്. വിളിച്ചെണീപ്പിക്കട്ടെ. ഗുഡ്. അയ്യോടാ പാവം ചങ്ങായി, പുള്ളി ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു. സ്ലീപ്പിംഗ്. Okay. Is there any other good place here to see? Cannot see Azerbaijan? You want to see Azerbaijan? You don't see Azerbaijan. Don't see? Kilometer, 1 kilometer. Just there. You want? Nothing. Okay, then we go back. Yerevan. Okay. അങ്ങനെ നമ്മൾ തിരിച്ച് യെരവനിലേക്ക് പോവാണ്. എന്തോരം സെമിത്തേരികളാണ്, എന്തോരം ശവക്കല്ലറുകളാണ് ഇവിടെ റോഡിന്റെ സൈഡിൽ വെച്ചിരിക്കുന്നത് അറിയോ? അയ്യോ, ചേട്ടൻ ഭയങ്കര ചുമയാണ് വണ്ടി കയറിയപ്പോൾ മുതൽ. അപ്പോൾ ഈ കാണുന്നതാണ് അർമേനിയ എന്ന് പറഞ്ഞ ഈ രാജ്യത്തെ ഏക മോസ്ക് എന്ന് പറയുന്നത്. അർമേനിയയിൽ 0.03% ആണ് ഇവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ. അതായത് 1000-ൽ താഴെ ആളുകൾ മാത്രമാണ് മുസ്ലിംസായിട്ട് ഈ രാജ്യത്തുള്ളത്. പക്ഷേ ധാരാളം ഇറാനിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള പഠിക്കാനായിട്ട് വന്നവരും ജോലിക്ക് വന്നവരും മറ്റ് പല രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇറാനിൽ നിന്നൊക്കെ ജോലിക്കും മറ്റൊക്കെ ആയിട്ട് വരുന്ന ധാരാളം മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവരുടെ സിറ്റിസൺസ് 1000-ൽ താഴെ ആളുകൾ മാത്രമാണ് ഇവിടെ എന്താ പറയുക മുസ്ലിംസ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ബ്ലൂ മോസ്ക് എന്നാണ് ഈ ഒരു മോസ്ക് അറിയപ്പെടുന്നത്. ആ ബ്ലൂ മോസ്കിൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ പോകുന്നത്. കൊള്ളാം. 17th സെഞ്ച്വറിയിലാണ് ഈ ഒരു മോസ്ക് ഇവിടെ നിർമ്മിക്കപ്പെട്ടത്. അതായത് ആ കാണുന്നതാണ് കേട്ടോ മോസ്ക്. നമ്മൾ ചൈനയിൽ ഗോഞ്ചോലൊക്കെ പോയി കണ്ട പോലെ തന്നെ ഒരു വലിയൊരു റെസിഡൻഷ്യൽ ഏരിയയുടെ മധ്യഭാഗത്തായിട്ടുള്ള ഒരു മോസ്ക്. ഈ ഒരു മോസ്ക് ശരിക്കും ഇവിടുത്തെ ഗവൺമെൻറ്, അതായത് ഈ അർമേനിയൻ ഗവൺമെൻറ് 2015 ഇവിടുത്തെ എംബസി ഓഫ് ഇറാൻ എംബസിക്ക് കൈമാറി. അതായത് ഇറാൻ എംബസിക്ക് 99 വർഷത്തെ ലീസിന് പാട്ടത്തിന്
ഈ ഒരു മോസ്ക് ഈ ഒരു ഏരിയ കൊടുത്തു. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇറാനിൽ നിന്നുള്ള ആൾക്കാരും ഇറാനിലെ ഫണ്ട് ഉപയോഗിച്ചിട്ടൊക്കെയാണ് ഈ ഒരു മോസ്ക് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി ഷിയ മുസ്ലിം ആളുകളുടെ മോസ്കാണ് കേട്ടോ, ഞാൻ പറയാൻ പറഞ്ഞത് ഷിയ മോസ്കാണിത്. അപ്പോൾ ഇറാനിൽ നിന്നുള്ള ആളുകളുടെ ഫണ്ടും മറ്റുമൊക്കെ ഉപയോഗിച്ച് അന്നത്തെ രാജാക്കന്മാർ നിർമ്മിച്ച ഒരു പഴയ മോസ്കാണ് ഇത്. ശരിക്കും പിന്നീട് കുറേ പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ ഇറാൻ എംബസിക്ക് ഇത് കൈമാറ്റം ചെയ്തിട്ട് ഇത് കണ്ടോ അവിടെ എഴുതി വെച്ചിരിക്കുന്നതല്ലേ, പെർമനൻറ്റ് എക്സിബിഷൻ ഓഫ് ഇറാനിയൻ ഹാൻഡിക്രാഫ്റ്റ് ഓഫ് ദ എംബസി ഓഫ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഇൻ അർമേനിയ വിത്ത് കോർപ്പറേഷൻ ഓഫ് മിനിസ്ട്രി ഓഫ് കൾച്ചർ ഓഫ് ദ റിപ്പബ്ലിക് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നുണ്ടോ. അപ്പോൾ ആ ഒരു പേർഷ്യൻ കൾച്ചറും അതേപോലെ തന്നെ ആ ഒരു മുസ്ലിം കൾച്ചറും ഒക്കെ ഇവിടുത്തെ ആളുകൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും മറ്റുമൊക്കെ ആയിട്ട് ആണ് ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പോയി നോക്കാം. നല്ല കുത്തുന്ന തണുപ്പുണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്കിനും. ഇവിടെ ആരും ഇല്ലല്ലോ. ഈ കാണുന്നത് വുമൻസ് എൻട്രൻസ് ആണ്, ഇതാണിത് പ്രവേശന കവാടം. പക്ഷേ ഇവിടെ എന്തോ മെയിൻ്റനൻസ് വർക്കും മറ്റുമൊക്കെ നടക്കുകയാണ്. ഇതിനകത്തൂടെ കയറാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ബാക്കിൽ നമുക്ക് ഒരു വലിയ ഒരു മിനാര കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഫ്ലാഗുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇത് ഷിയ മോസ്ക് അല്ലേ? ഷിയ മോസ്ക് ആകുമ്പോഴത്തേക്കിനും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും ഇവിടുത്തെ കാഴ്ചകളും മറ്റുമൊക്കെ. അകത്ത് കയറാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയായിരുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മോസ്ക് ആയിരുന്നു കേട്ടോ. ഇതിനകത്ത് കൊടിതോരണങ്ങൾ പോലത്തെ തോരണങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാർപ്പറ്റൊക്കെ വിരിച്ച് അകത്തൊരു ഇമാം ഉണ്ടായിരുന്നു. ഞാൻ ഒരു കറുത്ത വസ്ത്രമാണല്ലോ ഇവർ ബേസിക്കലി ഷിയാക്കാർ ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. ഒരു കറുത്ത ഗൗൺ പോലത്തെ ഒരു വസ്ത്രം ഇട്ടിട്ടുള്ള ഒരു ഇമാം ഉണ്ടായിരുന്നു. അത് ഇമാം എന്നാണെന്ന് തോന്നുന്നു അവരെ പറയുന്നത്. ഒരു ഇവിടുത്തെ പ്രീസ്റ്റ് ആയിരിക്കണം, അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ആൾക്കാരായിട്ട് നിസ്കരിക്കുന്നുണ്ടായിരുന്നു. ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു അകത്ത്. സംതിങ് ഡിഫറെൻറ്റ്. കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. ഞാൻ അത് കയറിയിട്ട് ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇവർ ഇറാനുമായിട്ട് അത്യാവശ്യം നല്ല സൗഹൃദത്തിലാണ്. ഈ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് ആയിരിക്കും മിക്കവാറും. എന്തായാലും മൊത്തത്തിൽ പ്രശ്നങ്ങളാണ്. നമുക്ക് ലാൻഡ് ബോർഡേഴ്സ് വഴി ഇവിടെ ആകെ വരാൻ പറ്റുന്ന ഇറാൻ വഴിയും അതേപോലെ തന്നെ നമുക്ക് ജോർജിയ വഴി മാത്രമേ വരാൻ പറ്റുള്ളൂ. അതിൽ തന്നെ ഇറാൻ വഴി നമുക്ക് ഇന്ത്യക്കാർക്ക് ലാൻഡ് ബോർഡർ ക്രോസ് ചെയ്യണമെങ്കിൽ സ്റ്റിക്കർ വിസ അടിക്കണം കേട്ടോ. ഈ വിസ വെച്ചിട്ട് നമുക്ക് ഈ വിസ അല്ല, നമുക്ക് ആക്ച്വലി വിസ ഓൺ അറൈവലോ വിസ വേണ്ട എന്തോ ആണ് വിമാനത്തിൽ പോകണമെങ്കിൽ. പക്ഷേ നമുക്ക് ലാൻഡ് ബോർഡർ വഴി ഇറാനിൽ നിന്നും വരണമെങ്കിലും ഇറാനിലേക്ക് പോകണമെന്നുണ്ടെങ്കിലോ സ്റ്റിക്കർ വിസയുടെ ആവശ്യമുണ്ട്. അപ്പോൾ എന്നാലും ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കുറച്ചൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ പറയുക, ഓരോ നാട്ടിൽ നടക്കുന്ന ഓരോ ക്രൂരതകളും മറ്റുമൊക്കെ എന്നെന്നും അവസാനിപ്പിക്കട്ടെ. മനുഷ്യൻ നന്നാവട്ടെ, മനുഷ്യൻ ക്രൂരതയൊക്കെ വെടിഞ്ഞ് മനുഷ്യൻ നല്ല മനുഷ്യനാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കാം. നല്ലതാണ് ഗൈസ്. ബൈ. നാളെ നമ്മൾ പോകാതിരിച്ച് ബൈ.